ലോകരാജ്യങ്ങളെ വരെ നിയന്ത്രിക്കുവാൻ ശേഷിയുള്ള രാജ്യമാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ അമേരിക്കൻ തിരഞ്ഞെടുപ്പിന് പ്രത്യേകതകൾ ഏറെയാണ്. അമേരിക്ക ഭരിക്കുവാൻ പോകുന്നത് ആരാണ് എന്നതിനും പ്രാധാന്യമുണ്ട്. ഇപ്പോൾ അമേരിക്കൻ തിരഞ്ഞെടുപ്പ് വരുവാൻ പോവുകയാണ്. റിപ്പബ്ലിക്കും ഡെമോക്രാറ്റിക്കും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന അമേരിക്കയിലെ തിരഞ്ഞെടുപ്പ്. വൈറ്റ് ഹൗസിൻ്റെ അധിപനായി ആര് വരണം? ഡൊണാൾഡ് ട്രംപ് മൂന്നാം തവണയും മത്സരിക്കുമ്പോൾ എതിർപക്ഷത്തു നിന്ന് മത്സരിക്കുന്നത് ഇന്ത്യൻ വംശജ കൂടിയായ നിലവിലത്തെ അമേരിക്കൻ വൈസ് പ്രസിഡന്റായ കമലാ ഹാരിസാണ്. ഇരു കൂട്ടരുടെയും സ്ഥാനാർത്ഥിത്വത്തിനും അമേരിക്കയിൽ നടക്കുവാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനും പ്രാധാന്യം ഏറെയാണ്. ആദ്യം ആരാണ് ഡൊണാൾഡ് ട്രംപ്? എന്താണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കരുനീക്കങ്ങൾ? ഏത് തരത്തിലാണ് വിജയം അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് എന്ന് നോക്കാം. 2016 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായി ഡെമോക്രാറ്റിക് പാർട്ടി നോമിനി ഹിലരി ക്ലിന്റനെതിരെ ട്രംപ് വിജയിച്ചു. ട്രംപിന് അനുകൂലമായി തെരഞ്ഞെടുപ്പിൽ റഷ്യ ഇടപെട്ടുവെന്ന് പ്രത്യേക കൗൺസിൽ അന്വേഷണത്തിൽ അന്ന് കണ്ടെത്തുകയും ചെയ്തു. പ്രചാരണ വേളയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ ജനകീയവാദി, സംരക്ഷണവാദി, ഒറ്റപ്പെടൽ, ദേശീയവാദി എന്നിങ്ങനെ വിശേഷിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പും നയങ്ങളും നിരവധി പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു. മുൻ സൈനിക പരിചയമോ സർക്കാർ പരിചയമോ ഇല്ലാത്ത ഏക അമേരിക്കൻ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. ട്രംപ് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും തൻ്റെ പ്രചാരണ വേളകളിലും പ്രസിഡന്റ് സ്ഥാനത്തും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അത്ഭുതപൂർവമായ അളവിൽ തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ നിരവധി പ്രസ്താവനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായങ്ങളും പ്രവർത്തനങ്ങളും വംശീയവും സ്ത്രീവിരുദ്ധവുമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനേക്കാൾ മുൻതൂക്കം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമലാ ഹാരിസിന് എന്ന് റോയിറ്റേഴ്സും എഴുതുന്നു. മിതമായ തരത്തിൽ കാര്യങ്ങൾ വ്യക്തമായും രാഷ്ട്രീയ കരുനീക്കങ്ങളിൽ എല്ലാ അതിർവരമ്പുകളെയും ഭേദിച്ചുകൊണ്ട് കൃത്യമായ നീക്കം നടത്തുന്ന ഒരു വ്യക്തി തന്നെയാണ് കമലാ ഹാരിസ്. ഈ സാഹചര്യത്തിലാണ് കമലാ ഹാരിസിന് അനുകൂലമായ സർവേകൾ ഇപ്പോൾ അമേരിക്കയിൽ കാര്യമായി പുറത്തു വരുന്നത്. റോയിറ്റേഴ്സിൻ്റെ ഇപ്സോൺ സർവേയിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. 44% വോട്ടാണ് കമലയ്ക്ക് ലഭിച്ചത്, 42% ട്രംപിനും. 2% വർധനവ് കമലയ്ക്ക് ആശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച ട്രംപ് പ്രചാരണത്തിൽ തുടക്കം മുതൽ മോശം പ്രകടനം കാഴ്ചവെച്ച പ്രസിഡന്റ് ജോ ബൈഡനേക്കാൾ മുൻതൂക്കം സൂക്ഷിച്ചിരുന്നു. എന്നാൽ പൊതുവേദിയിൽ ആക്രമിക്കപ്പെട്ടതോടെ ട്രംപിൻ്റെ ജനസാധ്യത വർദ്ധിച്ചതായും വിലയിരുത്തലുകളുണ്ട്. ബൈഡൻ പിന്മാറുന്നതായി പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ട കമല അതിവേഗം മുന്നേറ്റമുണ്ടാക്കിയതായി തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ നടത്തിയ സർവേയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബൈഡൻ പിന്മാറുന്ന വിവരം പ്രഖ്യാപിച്ചത്. ഇതിനു മുമ്പ് നടന്ന സർവേകളിൽ ബൈഡനേക്കാൾ ട്രംപിനായിരുന്നു മുൻതൂക്കം. ഇതാണ് കമലാ ഹാരിസ് മറികടന്നത്. കമലാ ഹാരിസിന് 44%, ട്രംപിന് 42% വോട്ടുകൾ ലഭിച്ചു. 59-കാരിയായ കമലാ ഹാരിസിന് മാനസികമായി കൂടുതൽ ശ്രദ്ധയും വെല്ലുവിളികളെ നേരിടുവാനുള്ള കഴിവുമുണ്ടെന്ന് സർവേയിൽ പങ്കെടുത്ത 56% പേരും പറയുന്നു. അതേസമയം ട്രംപിനെ 49% പേരാണ് ഇക്കാര്യത്തിൽ പിന്തുണച്ചത്. മത്സരിക്കരുതെന്ന സമ്മർദ്ദം പാർട്ടിക്കുള്ളിൽ ശക്തമായിരിക്കെയാണ് നിലവിലെ പ്രസിഡന്റ് ബൈഡന്റെ പിന്മാറ്റം പ്രഖ്യാപിച്ചത്. US തെരഞ്ഞെടുപ്പിന് 4 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് ബൈഡന്റെ പിന്മാറ്റം. റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിനോട് ആദ്യ പ്രസിഡൻഷ്യൽ സംവാദത്തിൽ പതറിയതോടെ ബൈഡൻ പിന്മാറണമെന്ന ആവശ്യം ശക്തമായിരുന്നു. അദ്ദേഹത്തിന് ഓർമ്മക്കുറവും അനാരോഗ്യവും അലട്ടുന്നതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പ്രതികൂലമായ എല്ലാ സാഹചര്യങ്ങളും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ശക്തമായി നിന്നതോടുകൂടി പാർട്ടിക്കുള്ളിലെ സമ്മർദ്ദവും കാര്യമായി പരിഗണിച്ചുകൊണ്ട് ബൈഡൻ മാറി നിൽക്കുകയും അവിടേക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ കമലാ ഹാരിസിനെ പരിഗണിക്കുമ്പോൾ ആദ്യഘട്ടങ്ങളിൽ അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കന്മാർക്ക് ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ സർവേ ഫലങ്ങൾ പുറത്തു വന്നതോടുകൂടി ട്രംപിനോടും താല്പര്യമില്ലാത്ത ഒരു വലിയ വിഭാഗം അമേരിക്കയിലുണ്ട് എന്ന ബോധ്യം ഡെമോക്രാറ്റിക് പാർട്ടിക്കുണ്ടാകുന്നു. ആദ്യഘട്ടത്തിൽ കാലിടറിപ്പോയ ബൈഡനേക്കാൾ രണ്ടാം ഘട്ടത്തിൽ പാർട്ടിയെ ഉയർത്തിക്കൊണ്ടുവന്ന കമലാ ഹാരിസിന് പിന്തുണയും വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് വലിയ പ്രതികൂല സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. താൻ ആക്രമിക്കപ്പെട്ടത് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന ആത്മവിശ്വാസം മാത്രമാണ് ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിലുള്ളത്. അല്ലാതെ വർഗീയപരമായും വംശീയപരമായുമുള്ള അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ സംവാദമായി തന്നെ നിൽക്കുന്നുണ്ട്. അത് പ്രതികൂലമായി ഭവിച്ചാൽ ഇന്ത്യൻ വംശജയായ കമലാ ഹാരിസിനോട് പരാജയപ്പെടുന്ന സ്ഥിതിയിലേക്ക് ഡൊണാൾഡ് ട്രംപ് പോകും. അതല്ല, ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു വലിയ സ്വീകാര്യത ട്രംപിനുണ്ട് എങ്കിൽ
അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കാതിൽ ബാൻഡേജ് ചുറ്റി വേദികളിൽ പരിപാടികളിലേക്ക് എത്തുന്ന നിരവധി പേർ നൽകുന്ന നിറസാന്നിധ്യമാണ് ട്രംപിൻ്റെ ആത്മവിശ്വാസം. ഇനിയും തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കമലാ ഹാരിസിൻ്റെ ഈ മുന്നേറ്റം ട്രംപിനെ സംബന്ധിച്ച് ഭയവും ഭീതിയും പരത്തുന്ന ഒന്നു തന്നെയാണ്.